ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ബിക്കാഷയുടെ ഈദ് മുബാറക്ക്. എല്ലാവരും ഈദ് അടിപൊളിയായിട്ട് ആഘോഷിച്ച് വിചാരിക്കുന്ന നമ്മളും നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബികളുടെ ഇഷ്ടവിഭവമായ ക്യാമൽ മീറ്റ് വെച്ചാണ് നമ്മളിന്ന് റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സവാള മീഡിയം സൈസ് 2 എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ മാഗി ക്യൂബ്, ഗരം മസാല, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. പിന്നെ അതിലേക്ക് നമ്മൾ ക്യൂബ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളക് ഓപ്ഷനാണ്. സാധാരണ കുരുമുളക് പച്ചമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മീറ്റാണ്. 3 കിലോ ക്യാമൽ മീറ്റ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത്. ഇത് 3 കിലോ ആണെങ്കിലും വേവിച്ച് അധികം ഉണ്ടാവില്ല, കാരണം എല്ലും നെയ്യൊക്കെ പോകും. അപ്പം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ മസാലയും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. കുക്കറിൽ തന്നെ വെച്ചിട്ട് എല്ലാം കൂടെ ഇട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ, വിസിലൊന്നും അടിക്കില്ല. അപ്പോൾ സ്ലോ ആയിട്ട് 1 മണിക്കൂറോളം വെച്ചിട്ടുള്ള ക്യാമലാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ആവി വറുക്കുന്ന ക്യാമൽ ഇതാ. ഇനി നമുക്കത് വേണ്ടത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് നെയ്യൊക്കെ അതിലുണ്ടാവും, ബാക്കി കുറച്ചുകൂടെ നമുക്ക് ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരല്ലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മസാല വളരെ കുറവായിട്ടുള്ള ഇതാണ് കേട്ടോ, ഒരു റെസിപ്പിയാണിത്. എന്നിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആ ഫ്രൈ പാനിലുള്ള നെയ്യും കുറച്ച് ഒലിവ് ഓയിൽ ബാക്കിയുള്ള എല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ പാനിലെല്ലാം കൂടെ നമ്മൾ നെയ്യെല്ലാം കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മന്തിയിലേക്ക് വെക്കുന്ന ഒരു വെപ്പൻ തന്നെയാണത്. ഇതിനിപ്പോൾ നമ്മൾ മന്തി ഒന്നുമല്ല വെക്കുന്നത്, ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് പാകിസ്ഥാനി റൊട്ടി, തന്തൂരി റൊട്ടി, കുബൂസ്, പൊറോട്ട ഇതൊക്കെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ സാലഡ്സും ഐസ്ബർഗ് ലെറ്റ്യൂസാണിത്, പിന്നെ മയോണൈസ്, മുത്തപ്പൽ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാം. താങ്ക് യു ഫോർ വാച്ചിങ്.